7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചതിന് ശേഷം ടോപ്പിക് നമ്മൾ നോക്കാം. ഒന്നാമത് ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചർ മാപ്പ് തമ്മിലുള്ള ഡിഫറൻസ്, ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടവും തമ്മിലുള്ള വ്യത്യാസവും അതിനുള്ള എക്സാമ്പിൾസ് അഥവാ ഉദാഹരണങ്ങൾ നോക്കി വെക്കണം. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്ത സവിശേഷതകൾ മാത്രം കാണിക്കുന്ന ഭൂപടമാണ്. കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് അഥവാ മനുഷ്യനിർമ്മിത സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടമാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എന്തെങ്കിലും നോക്കി വെക്കണം. എക്സാമ്പിൾസ് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലാർജ് സ്കെയിൽ മാപ്പും സ്മോൾ സ്കെയിൽ മാപ്പും. വലിയ തോത് ഭൂപടവും ചെറിയ തോത് ഭൂപടവും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിന് പുറമെ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ചോദിക്കാൻ ഞാൻ ഒരു ടോപ്പിക്കാണ് മാപ്പിൽ യൂസ് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിമ്പിൾസ് ആൻഡ് കളേഴ്സിൽ ഓരോ നിറവും എന്തിനാണ് യൂസ് ചെയ്യുക. ഗ്രീൻ നാച്ചുറൽ വെജിറ്റേഷൻ നൈസർഗിക സസ്യജാലങ്ങൾക്കാണ്, യെല്ലോ അഗ്രികൾച്ചർ ലാൻഡ് കൃഷിയിടത്തിനാണ്, റെഡ് റോഡുകൾക്കാണ്, ബ്ലൂ വാട്ടർ ബോഡീസ് അഥവാ ജലാശയങ്ങൾക്കാണ്. അപ്പോൾ നിറങ്ങളും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ സയൻസ് ആൻഡ് സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങളും അടയാളങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതിന് കൂടെ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം, ക്ലാസിഫിക്കേഷൻ റിമോട്ട് സെൻസിങ് വിദൂര സംവേദനത്തിന്റെ വർഗീകരണങ്ങൾ ആൻഡ് യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തിന്റെ ഉപയോഗങ്ങൾ, ഇതും കൂടി പഠിച്ചു വെക്കണം. അപ്പോൾ റിമോട്ട് സെൻസിങ് കൂടി പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ എന്താണ് സെറ്റാണ്. മാക്സിമം മനസ്സിലേക്ക് ഷെയർ ചെയ്തോ. ഈ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ.